ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പച്ചരി, ശർക്കര, തേങ്ങക്കൊത്ത്, റോബസ്റ്റി, ഏലക്കായ. ആദ്യം തന്നെ നമ്മൾ മിക്സിയിൽ എല്ലാം ഇട്ടിട്ട് അടിച്ചെടുക്കണം. ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്ന ശർക്കര ഉരുക്കിയ വെള്ളമാണ്. വെള്ളം കൂടിപ്പോവാനേ പാടില്ല. എല്ലാതും കൂടി ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതിനെ ഒരു പാത്രത്തിലേക്ക് ആക്കാം. അതിനുശേഷം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ഇടാം. തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ബ്രൗൺ കളറായി. നമ്മൾ ഒഴിച്ച് വെച്ച മാവിലേക്ക് തേങ്ങാക്കൊത്ത് ഇടാം. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കണം. അതിലേക്കൊരു നുള്ളു ഉപ്പ്, അപ്പസോഡയും ഇടാം. അതിനുശേഷം മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 4 മണിക്കൂർ അടച്ചു വെക്കണം. ഇപ്പം മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് എണ്ണ ഒഴിച്ചു. ഇനി മാവ് അതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി എല്ലാ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമ്മളത് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം റെഡി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്